ഇതൊക്കെയാണ് ഞങ്ങളുടെ വിന്റർ ആക്ടിവിറ്റീസ്. ഐസിന് എങ്ങനെ ഉപ്പുണ്ടോ? അത് ഞാൻ മുള്ളിയതാ. പലതും പറയാനുണ്ട്, പക്ഷെ ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം. തിരിച്ചു പോവാം. ഇവരുണ്ടോ പൈസ ഇടുന്നുണ്ടോ? ആ ബെറ്റ് കണ്ടോ? അശ്ശാ കൊശാ ഹോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിൽ വിത്ത് ഡിക്കു. ഞങ്ങളിപ്പോ പൈൻതോട്ടം വീട്ടുകാർ എല്ലാരും കൂടെ ചേർന്ന് നമ്മള് എങ്ങോട്ടാണ് പോണത്? അല്ല ഗൈസ്, ഞങ്ങള് ക്യൂബക്കി പോകാൻ പോവാണ് ഗൈസ്. അപ്പൊ നല്ല തണുപ്പാണ്, വിന്റർ ആണ്. അതാണ് ഞങ്ങൾ ജാക്കറ്റും വിന്റർ ബൂട്ട്സും പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് പോകണുണ്ട് ഗൈസ്. ഞങ്ങൾ 2 കാറിൽ പോകാനായിട്ട് എല്ലാവരും സെറ്റാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ പോകാനായിട്ട് എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡ്രൈവും അതിന്റെ അകത്തുള്ള കാഴ്ചകളും അവിടുത്തെ ഫുൾ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇതാ ഫുൾ പൊളിക്കാൻ പോകുന്നു. എന്റെ പുതിയ മസ്ഡ കാറിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. പിന്നെ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്, എക്സൈറ്റഡ് ആണോ അമീഷ? എക്സൈറ്റഡ് ആണോ? എന്താ പറയുന്നത്? അപ്പൊ ഗൈസ് ഞങ്ങൾ യാത്ര തുടങ്ങാനായി സെറ്റ് ചെയ്യാൻ പോവാണ്. ഫുൾ ഗൈസ് അപ്പൊ ഞങ്ങള് ക്യൂബക്കി പോണ വഴിക്കാണ്. ഇപ്പം ഓൺ റൂട്ടിൽ കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാപ്പി കുടിക്കാൻ എല്ലാവരും കാപ്പി കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കാനഡയുടെ ക്യാപിറ്റലായ ടിം ഹോട്ടൻസിലാണ് നമ്മൾ ഇരിക്കുന്നത്. സോറി ഡിസ്റ്റർബ് ചെയ്യല്ലേ? എന്താണ് കഴിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യല? കഴിക്കുമ്പോൾ എന്റെ പേര് ഐസ് ക്യാpuccino കുഴിച്ച് എങ്ങനെ തുപ്പാ? ക്രീം ഇട്ടില്ല ഗൈസ്. കണ്ട, ഇതാണ് ടിമ്മിന്റെ പ്രശ്നം. നമ്മൾ ക്രീം പറഞ്ഞിട്ട് ക്രീം കിട്ടിയില്ല. നിങ്ങൾ കണ്ടോ ഗൈസ്? ഞങ്ങൾ അങ്ങനത്തെ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. വിന്റർ ഗ്ലൗസ്, വിന്റർ ബൂട്ട്, ഫുൾ വിന്റർ ജാക്കറ്റ്, അകത്ത് തെർമൽസ് എല്ലാം ഇട്ടാണ് ഗൈസ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ സ്ഥലത്തെത്തിയതും അവരിതോ അവിടെ മഞ്ഞൊക്കെ എറിഞ്ഞ് കളിച്ചു തുടങ്ങി ഗൈസ്. അപ്പൊ നമ്മൾ പോണ സ്പോട്ട് ഇതും അതിന്റെ മേളിലും ഇതൊക്കെയാണ്. ഇവിടെ എന്താണ് സാധനം എന്ന് അറിയത്തില്ല, നമുക്ക് എൻജോയ് ചെയ്യാം ഗൈസ്. ടീം ഗൈസ് അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് ഞങ്ങളുടെ വിന്റർ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിന്റർ ആക്ടിവിറ്റി. എന്ത് തോന്നുന്നു നിനക്ക്? തിരിച്ചു പോവാം. നന്നായി. എന്താണ് പറയാനുള്ളത്? പലതും പറയാനുണ്ട്, പക്ഷെ ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം. ഗൈസ് ആ മഞ്ഞ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അമ്മ നടന്നു ഗോപുര കുഴപ്പമില്ലല്ലേ? ചെറുകം പോണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ ചെറുകലും ഇവരുടെ നാട്ടിൽ തെന്നലും തീറ്റിപ്പോയി. എടാ ഗൈസ് നമ്മൾ കൊച്ചി തീറ്റാൻ പോണ ഗൈസ്. ഞങ്ങളിത് അടുത്ത വിന്റർ ആക്ടിവിറ്റി ആയ ട്യൂബിങ് ചെയ്യാൻ പോവുകയാണ്. അതിനാണ് ഞങ്ങളിവിടെ മെയിനായിട്ട് വന്നത്. ഇവിടെ സ്നോ ട്യൂബിങ് ഉണ്ട്. അതാണ്ട് ഇവിടെ നമ്മൾ മറ്റേ ലൈഫ് ജാക്കറ്റ് ഇല്ലേ, എന്തിനാ ഐസിന് എങ്ങനെ ഉണ്ട്? ഉപ്പുണ്ടോ? അത് ഞാൻ മുള്ളിയതാ നേരത്തെ ഐസ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോണെന്ന് വെച്ചാ ഇവിടെ ഒരു ചുമന്ന ഒരു തക്കാളി ഉണ്ട്. തക്കാളി മുഖം കാണിക്ക്. നീ ഇതൊരു കണ്ണാടി മാറ്റില്ലേ? ഈ ഐസ് മൊത്തം എന്ത് കറുത്തിരിക്കുന്നേന്ന്? ഇതാരാ സയന്റിസ്റ്റോ? ഇത് അടുത്ത തക്കാളി ഗൈസ്. ഞങ്ങൾ അടുത്ത ട്യൂബിങ് ഉണ്ടോ അതാണ് ചെയ്യാൻ പോണത്. ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ കണ്ട ഇതിങ്ങനെ നേരെ മേളിപ്പോ അവിടെ ഇങ്ങനെ ചെറുക്കി ഇങ്ങനെ താഴെ ഇറങ്ങും. നമുക്കിനി വിന്റർ ആക്ടിവിറ്റി ഗൈസ്. അപ്പോൾ അതെ ഇതാണ് സാധനം. ഒരാൾക്ക് $15 ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് എത്ര പ്രാവശ്യം ആണെങ്കിലും ഇങ്ങനെ പോകാൻ വരെയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കാനായിട്ട് ഇങ്ങനെ പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഒരു ടിക്കറ്റ് എത്രയാണ്? 15-17 അടുപ്പിച്ചായെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതെന്ന് വെച്ചാൽ കണ്ട ഇവിടെ നമ്മളിങ്ങനെ ട്യൂബ് എടുക്കുക, മേലോട്ട് നടക്കുക, അവിടെ നിന്ന് ഇങ്ങനെ ചിറകി വിടുക. പിന്നെ ഇന്നത്തെ 7 മണി വരെ നമുക്ക് ഈ $12. എത്ര പ്രാവശ്യം വേണമെങ്കിലും ട്യൂബ് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഡയറക്ഷൻസ്. നമുക്കിനി ട്യൂബ് എടുത്ത് അവർ നടന്നു തുടങ്ങി ഗൈസ്. വള്ളിയെടുത്തു വലിക്കുന്നു. വാ ഗൈസ് കമോൺ.
എക്സൈറ്റഡ് ആണോ ആഡ്വിനെ? Yes. ആദ്യമായിട്ടല്ലേ സ്നോ ട്യൂബിങ്? nervous. നീ ആദ്യമായിട്ടല്ലേ അമലേ? Yes, സ്നോ ട്യൂബിങ് excited. ആദ്യമായിട്ടല്ലേ? പിന്നെ അല്ല. ആദ്യമായിട്ടല്ലേ അംജദ്? ആദ്യമായിട്ടല്ലേ? നമുക്ക് ഓടിക്കേറാം. ഞങ്ങളതെ സാധനം വലിച്ചോണ്ട് പോകും. സത്യം പറഞ്ഞാലേ ഈ പണി ഇച്ചിരി പാടാണ്. അവര് മേളിൽ വരെ കൊണ്ടുവന്നേ കൊള്ളായിരുന്നു. ഇതെന്തോ ചെയ്ത പാപങ്ങളൊക്കെ പോകാൻ വേണ്ടി കുരിശുമല കയറി മഞ്ഞത്ത് കണ്ട എന്ത് തണുപ്പുന്നുണ്ട് എന്റെ അമ്മേ. എന്റെ മാത്രം കാറ്റില്ല. ഗൈസ് നമ്മുടെ ആദ്യത്തെ ഇതായ അംജദ് ഫസ്റ്റ് ഇതേ പോകാൻ പോവാണ് ഗൈസ്. അമലെ എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഇഷ്ടപ്പെട്ട വെയിറ്റിംഗ്. മീശ, ആഡ്വിൻ, ഇവിടെ ആൽഫി ഗൈസ് 3 പേരും ഒരുമിച്ച് പോകാൻ റെഡി നിൽക്കുകയാണ്. ബൈ. അയ്യോ അമീഷ അനങ്ങുന്നില്ലല്ലോ. പോയി ഞാൻ പോയി. അയ്യോ നല്ല സ്പീഡുണ്ട്. അയ്യോ കറങ്ങി. ഓ സീൻ നല്ല രസമുണ്ടല്ലേ, കൊള്ളാല്ലേ, കറങ്ങിയൊക്കെ വരുന്നുണ്ട്, സൂപ്പർ. ഗൈസ് ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ആ എക്സൈറ്റ്മെന്റിൽ പിന്നെ രണ്ടാമത്തെ കയറാൻ വേണ്ടി ഇത്രയും നടന്ന് പിന്നെയും മേളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഇതേ രണ്ടാമത്തെ ട്രിപ്പിന് പോകും. രണ്ടാമത്തെ ട്രിപ്പിൽ എന്താണ് പറയുള്ളത്? അടിപൊളിയായിരിക്കും. രണ്ടാമത്തെ ട്രിപ്പിൽ എന്താണ് പറയുള്ളത്? അമീഷേ ഈ രണ്ടാമത്തെ ട്രിപ്പിൽ എക്സൈറ്റഡ് ആണോ? അമീഷയുടെ ആദ്യത്തെ ട്രിപ്പ് ആദ്യത്തേൽ പോകാൻ പറ്റിയില്ല അല്ലേ? നമ്മൾ ഇപ്രാവശ്യം പക്ഷെ തള്ളി പറപ്പിക്കും ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ആ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങളിത് അടുത്ത കുറച്ച് നേരം കഫേ പോയിരിക്കാന്ന് വിചാരിച്ച്. നല്ല തണുപ്പാണ്. അയ്യോ കൈയൊക്കെ വിറക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അമീഷ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എടുത്തോ ഞാൻ ബ്ലോഗ്. അപ്പൊ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യാണ്. പോസ്റ്റ് ചെയ്തോടാ. അപ്പൊ ഗൈസ് അപ്പൊ ഇതിൻ്റെ അകത്താണ് ഈ സ്കേറ്റ് ചെയ്യേണ്ട ഷൂസും സ്കീ ചെയ്യേണ്ട സ്കീ എന്നാണ് വടി സ്കീ ബോർഡും നമ്മൾ പേരിട്ട് ഇനി മുതൽ അറിയപ്പെടുന്ന സ്കീ ബോർഡ്. പക്ഷെ അങ്ങനെ എടുക്കുന്നില്ല കാരണം സമയമില്ല. ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തണം. ഗൈസ് ഇതുണ്ട് ഇവിടെ നമുക്ക് സ്കേറ്റിംഗ് ഷൂസ് എടുത്തിട്ട് ഇവിടെ ഐസ് റിംഗ് ഉണ്ട്. നമുക്കിങ്ങനെ എല്ലാവരും തെന്നി മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട് പിള്ളേരൊക്കെ. സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഇതിവിടെ മാത്രമേ പ്രത്യേകതര ഐസാണ്, അതുകൊണ്ടാണ് ഇവിടെ സ്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ സ്കേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അത് കണ്ട ഒരു ഫ്ലോർ പോലെയാണ്. എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ അതൊരു ഫ്ലോർ പോലെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഷൂസ് റെൻ്റ് എടുക്കാം. പിന്നെ മേളിൽ സ്കീയിങ് ഉണ്ടല്ലോ, ഇങ്ങനെ കമ്പ് പിടിച്ച് ഇങ്ങനെ വരുന്നത്, അത് ഏറ്റവും മേളിൽ വേണം. അത് നമുക്ക് വേണമെങ്കിൽ റെൻ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് സപ്പോർട്ടൊക്കെ വെച്ച് വേണം. ഉള്ളതല്ലേ ഞങ്ങൾ ഇറങ്ങുവാണ്. ഞങ്ങളുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഈ സ്നോ ട്യൂബിങ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. പിന്നെ കുറേ ട്രാവൽ ചെയ്യുക അതായിരുന്നു. കാരണം ഞാൻ കാർ എടുത്തു. ഞങ്ങൾ പൈൻ തോട്ടം, ഞങ്ങളുടെ വീട്ടിൻ്റെ പേര് പൈൻ ട്രീ ക്രസൻ്റ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ പൈൻ തോട്ടം കുടുംബം എന്നാണ് ഞങ്ങൾ പറയുന്നത് വീട്ടിനെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ പുട്ടിങ് കഴിക്കാൻ പോണ്. ഇതേണ്ട മൊത്തം ഇവിടെ ഇപ്പോൾ -55 ഗൈസ് ഇവിടെ. ഇപ്പോ ഒരു മണിക്കൂർ മുമ്പായിരുന്നു. ഇപ്പൊ -57 60 ഗൈസ് -60 കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ട് -60 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു -10 ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഇനി കാറിലേക്ക് തിരിച്ച് പോവാണ്. ഞങ്ങള് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പുതിയ കളി കണ്ടുപിടിച്ച്. കളിയുടെ പേരാണ് അഷാ കൊഷാ ഹോയ്. അപ്പൊ അഷാ കൊഷാ ഹോയ് പറയുമ്പോ എല്ലാവരും ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കും. പിന്നെ അതാണ് ഏതാണ് മൈനോറിറ്റി അവർ കളി നോക്കും. അതാണ് ഞങ്ങളുടെ കളി. അഷാ കൊഷാ ഹോ, അഷാ കൊഷാ ഹോയ്, അഷാ കൊഷാ ഹോയ്, അഷാ കൊഷാ ഹോയ്. അംജദ് അനുജത്ത് ഗൈസ്. അപ്പൊ അങ്ങനെ ക്യൂബക്കിന്റെ സ്പെഷ്യലായ പുട്ടീൻ, എല്ലാവരും ഓരോ സ്പെഷ്യൽ പുട്ടീനെ ഓർഡറിട്ടുണ്ട്. എല്ലാവരുടെയും പുട്ടീൻ തന്നിട്ടുണ്ട്. ഞങ്ങളപ്പോ അങ്ങനെ കെസീനയുടെ അകത്ത് കയറുവാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റൂലെന്ന് അറിയത്തില്ല, എന്നാലും പറ്റുമെന്നുള്ള രീതിക്ക് ഞങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് കയറും ഗൈസ്. അങ്ങനെ ഞങ്ങളിത് കെസീനയുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ കെസീനയുടെ അകത്ത് ആദ്യമായിട്ടല്ലേ? എന്ത് കണ്ടിട്ടെന്തോ ഒന്നും കണ്ടില്ലല്ലേ? കാണാൻ പോണേ ഉള്ളൂ. കെസീനയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈസ്. അപ്പോ ഗൈസ് അങ്ങനെ ഞങ്ങൾ കെസീനോന്ന് ഇറങ്ങി. ഞങ്ങള് എത്ര
ഒരു $100 കളഞ്ഞ കേസ് ഒരു കളിക്ക് എന്ന് വെച്ചാൽ ഒരു കള ഇങ്ങനെ കറക്കിയിടും. ഏത് നമ്പറിലാണോ വീട് നമ്മൾ 10 ഇട്ട് അത് ഇൻറ്റു 36 ആവും. 10 ഇട്ട $360, $10 ഇട്ട് $360 ഇട്ട്. കസീന നമ്മുടെ നാട്ടിൽ ചൂട് കളിക്കത്തില്ലേ അതേപോലെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ കളിച്ചു. $100 എല്ലാവരും കൂടെ കളഞ്ഞു. എല്ലാവരും $10 വെച്ച് ഇട്ടു. കിട്ടിയില്ല. കിട്ടാൻ പോയി അല്ലേ, ഞങ്ങളുടെ നമ്പർ വന്നു. പക്ഷെ ഒന്ന് കാറ്റടിച്ച് അപ്പുറത്ത് പിന്നെ ഞങ്ങൾ ഫെയർ ഗെയിം ആയതുകൊണ്ട് വിട്ടുകൊടുത്തു കോട്ടയം വിചാരിച്ച്. അങ്ങനെ ശരി. അതെ, കസീനോ എക്സ്പീരിയൻസ് കണ്ടിട്ട് എന്ത് വന്നു? മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു കസീനോ. കൊള്ളാം. കസീനോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കസീനോ എക്സ്പീരിയൻസ് ഇത് നല്ലൊരു പൈസ ഉണ്ടാക്കാൻ സൂപ്പർ അല്ലേ? പക്ഷേ കസീനോ എക്സ്പീരിയൻസ് കസീനോ ഇത് കർത്താവിന് നിൽക്കുന്ന നമ്മള് കഴിച്ചത് ശരിക്കും നമ്മൾ നേരിട്ടുണ്ട്. വെച്ചാൽ ഒരു സൈഡിൽ ഒരാൾ പൈസ നേടുന്നു, ഒരു സൈഡിൽ പൈസ പോയിക്കൊണ്ടിരുന്നു. ശരിക്കും എല്ലാം ഒരു മിനിറ്റില് ഒരാൾക്ക് ഒരു $500,000 വെച്ച് ഒരുത്തിന് കിട്ടുന്നു. ഒരുത്തിന് ഒരു $500,000 വെച്ച് പോയിക്കൊണ്ടിരുന്നു. എല്ലാം ഇങ്ങനെ നമുക്ക് നേരിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഞങ്ങളുടെ പോയി ഗൈസ്, പിന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ ശരി.